നിങ്ങളൊരു പുതിയ ക്യാമറ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ക്യാമറ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങണോ അല്ല ക്രോപ്പ് സെൻസർ ക്യാമറ വാങ്ങണോ എന്നുള്ളത്. ഇത് മാത്രമല്ല നിങ്ങൾ ഓൾറെഡി ഈ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുന്നതിന്റെ ഹൈപ്പ് ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പൈസയുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഗുണമുള്ളതുമാണെന്നുള്ള ഹൈപ്പ് ഒക്കെ ഈ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് ഓൾറെഡി ഉണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത, ഫുൾ ഫ്രെയിമിന്റെയും ക്രോപ്പ് സെൻസർ ക്യാമറകളുടെയും ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഫുൾ ഫ്രെയിം ക്യാമറ? നമ്മളെ പഴയ ഫിലിമിന്റെ 35mm സൈസ് ഉണ്ടല്ലോ, അതേ സൈസുള്ള സെൻസറിനെയാണ് നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുന്നത്. ഇനി ഈ സെൻസറിനേക്കാളും കൂടിയ സെൻസർ സൈസുള്ള ക്യാമറകളെ നമ്മൾ മീഡിയം ഫോർമാറ്റ് എന്ന് പറയും. ഈ സെൻസർ സൈസിലും ചെറിയതിനെ നമ്മൾ ക്രോപ്പ് സെൻസർ ക്യാമറ എന്ന് പറയും. ഈ ക്രോപ്പ് സെൻസറിലും APS-C സെൻസറുകൾ ഉണ്ടാവും, മൈക്രോ ഫോർ തേർഡ് ഉണ്ട്. ഇനി അതിലും ചെറുത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള വളരെ ചെറിയ സെൻസറുകളുണ്ട്. ക്രോപ്പ് ഫാക്ടർ നമ്മുടെ ഫുൾ ഫ്രെയിം ക്യാമറയെയും അതുപോലെ തന്നെ ക്രോപ്പ് സെൻസർ ക്യാമറയെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്രോപ്പ് ഫാക്ടർ എന്നുള്ളത്. നമ്മുടെ ക്രോപ്പ് സെൻസർ എന്ന് പറയുന്നത് തന്നെ മെയിൻ സെൻസറിനെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈസ് ആണല്ലോ. അത് തന്നെയാണ് നമ്മൾ ലെൻസ് ഇടുമ്പോൾ സംഭവിക്കുന്നത്. വൈഡ് ആംഗിൾ ഫ്രെയിമുകൾ പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെൻസ് ആണ് 24mm. നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറയിൽ 24mm ലെൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ APS-C സെൻസർ ക്യാമറയിലും നമ്മൾ 24mm ലെൻസ് യൂസ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ APS-C സെൻസറിൽ നമുക്കതിന് 1.6 ക്രോപ്പ് ഫാക്ടർ ഉള്ളതുകൊണ്ട് അറൗണ്ട് ഒരു 35mm ലെൻസിന്റെ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഈ ഡിസഡ്വാൻറ്റേജ് പരിഹരിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 60mm ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ 24mm ഈക്വലന്റ് ആയിട്ടുള്ള ഫ്രെയിം നമുക്ക് APS-C സെൻസറിൽ കിട്ടും. ക്രോപ്പ് സെൻസറിന്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് വളരെ ഗുണമായിട്ട് മാറുന്ന മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ സൂം ലെൻസുകൾ അല്ലെങ്കിൽ ടെലി ലെൻസുകൾ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫുൾ ഫ്രെയിമിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ക്രോപ്പ് സെൻസറിൽ കിട്ടുക. അതായത് നമ്മളൊരു 200mm ലെൻസ് ഒക്കെ ഫുൾ ഫ്രെയിമിൽ ഇട്ടാൽ കിട്ടുന്നതിനേക്കാളും ഒരു 300mm എഫക്റ്റ് നമുക്ക് എവിടെ കിട്ടും? ക്രോപ്പ് സെൻസറിൽ കിട്ടും. ഇത്തരത്തിൽ നമുക്ക് കുറച്ചുകൂടി സൂം എഫക്റ്റ് കിട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോകൾ പകർത്തുക, ബേർഡ് ഫോട്ടോസ് പകർത്തുക, സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഈ ഒരു എഫക്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഫുൾ ഫ്രെയിം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രോപ്പ് സെൻസറിനേക്കാളും വലിയ സെൻസർ സൈസുള്ള ക്യാമറയാണെന്ന്. ഇത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സെൻസർ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള പിക്സലിന്റെ സൈസും കൂടുതലായിരിക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ലോ ലൈറ്റിൽ നമ്മളെ ക്രോപ്പ് സെൻസർ ക്യാമറകളുള്ളതിനേക്കാളും കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഫുൾ ഫ്രെയിമിലുള്ള സെൻസറിന് സാധിക്കും. അതുകൊണ്ട് ലോ ലൈറ്റ് പെർഫോമൻസ് ആക്ച്വലി ക്രോപ്പ് സെൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഫുൾ ഫ്രെയിം ക്യാമറയിൽ. ഇനി ഫുൾ ഫ്രെയിം ക്യാമറയ്ക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണ്. നമ്മുടെ ക്രോപ്പ് സെൻസർ ക്യാമറകളെ അല്ലെങ്കിൽ APS-C സെൻസറുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഫുൾ ഫ്രെയിം ക്യാമറയിലായിരിക്കും കിട്ടുക. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറയുന്നത് ക്യാമറയുടെ ബോഡീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ബെറ്റർ ലെൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രോപ്പ് സെൻസറിലും നമുക്ക് മികച്ച ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് സെൻസറിന്റെ സൈസ് കുറവായതുപോലെ തന്നെ അതിന്റെ മൊത്തം ബോഡീന്റെ സൈസും കുറവായിരിക്കും. അതുപോലെ തന്നെ ഫുൾ ഫ്രെയിമിനെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റും നല്ല കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ ട്രാവൽ ഫോട്ടോഗ്രാഫിക്കോ നമ്മൾ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ വ്ളോഗിങ്ങിനോ ഒക്കെ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് ക്രോപ്പ് സെൻസർ അല്ലെങ്കിൽ APS-C സെൻസർ ക്യാമറകളായിരിക്കും. പ്രൈസ് ഞാൻ അവസാനമായിട്ട് പറയുന്ന പോയിന്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റ്. APS-C സെൻസർ ക്യാമറകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് വളരെ പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഹൈ റേഞ്ചിലേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ. നിങ്ങൾക്ക് വളരെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോകളോ ഫോട്ടോകളോ വേണം, അല്ലെങ്കിൽ വലിയ പ്രൊജക്ഷന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പുകൾ വേണം, അല്ലെങ്കിൽ വലിയ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ഫ്രെയിം ക്യാമറകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, ഇത്തരത്തിലുള്ള പർപ്പസുകളും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും APS-C ക്യാമറകൾ കൺസിഡർ ചെയ്യാം. ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് APS-C സെൻസറിനേക്കാളും ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൈസിന്റെ ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ ആർഗ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം APS-C സെൻസർ ക്യാമറകൾ കൺസിഡർ ചെയ്തിട്ട് ആ ബഡ്ജറ്റ് നല്ല ലെൻസുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ രണ്ട് ടൈപ്പ് ക്യാമറകളെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കമൻറ്റ് ചെയ്യാം.